തൃശൂർ എരവിമംഗലത്തെ കഞ്ചാവ് സംഘം വീട് ആക്രമിച്ചു. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത്. കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടുകയും സോളാർ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി മനോജ് എം ചേരുകയാണ്. മനോജ്, ഈ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് തോന്നുന്നു ഈ ഒരു അതിക്രമം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ അതിക്രമം കാണിച്ച ഈ കഞ്ചാവ് സംഘത്തെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ായിരുന്നു ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കിടന്ന ഈ സംഘം വീടിന് മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചെടുക്കുകയും ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയെടുക്കുകയും അതുപോലെ തന്നെ പ്രാവൻകൂട് തുറന്ന് ഈ പ്രാവിനെയൊക്കെ തുറന്നുവിട്ട് വീടിനുള്ളിലുള്ള ടൈൽസ് ഒക്കെ തല്ലി തകർത്തുകൊണ്ട് അതുപോലെ തന്നെ കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാളെ ഈ നാട്ടുകാർ കണ്ടതായാണ് വിവരം ലഭിക്കുന്നത്. ഒരാളാണ് വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയതെന്നാണ് ഈ നാട്ടുകാർ നൽകുന്ന വിവരം. ഇതിൽ തന്നെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചിട്ടുണ്ട്. വീട് കുത്തിപ്പൊളിക്കാനും ഈ യുവാവ് ശ്രമിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഗ്യാസ് കുറ്റി വലിച്ചെറിയുകയും അതുപോലെ തന്നെ ചെടിച്ചട്ടി ഉൾപ്പെടെ തകർത്ത് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഈ പുൽക്കൂടിൽ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് കഞ്ചാവ് സംഘമാണെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. മനോജ്, ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യക്തിവൈരാഗ്യം, ഈ കഞ്ചാവ് മാഫിയെ ചോദ്യം ചെയ്തതിലുള്ള ഏതെങ്കിലും ഒരു പകപോക്കൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം നാട്ടുകാരുടെ ഭാഗത്തിന് ഉന്നയിക്കപ്പെടുന്നുണ്ടോ? ഈ ഷാജു വീട്ടിൽ ഇല്ലായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഷാജുവിനോടുള്ള ഒരു വ്യക്തിവൈരാഗ്യമായിരിക്കണം ഇതിന് കാരണം. ഇതുമായി ബന്ധപ്പെട്ട് ഷാജു ഒല്ലൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ വീട്ടുടമ നൽകിയ പരാതിന്മേൽ ഒല്ലൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആരാണ് ഈ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയത് എന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പ്രതികളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഉടൻ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ നിന്ന് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.